പൊന്നാനി നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് CV സുധ. 7ാം വാർഡ് കൗൺസിലറായ CV സുധ മഹിളാ അസോസിയേഷൻ നേതാവും CPIM എഴുപത്തിരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. പൊന്നാനി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഒരു വിജയം നേടിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇവരുടെ 26-ന് അധ്യക്ഷൻ്റെയും ഉപാധ്യക്ഷൻ്റെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയൊക്കെ യോഗം ചേർന്നു. പാർലമെൻ്ററി പാർട്ടി യോഗവും ചേർന്നു. പൊന്നാനി നഗരസഭയുടെ ചെയർപേഴ്സണായി നഗരസഭയുടെ 7ാം വാർഡിൽ നിന്ന് വിജയിച്ച സുധ സിവിയെയാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത് വൈസ് ചെയർപേഴ്സണായിട്ട് പൊന്നാനി നഗരസഭയിലെ 19ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട CP സക്കീർ. പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി നഗരസഭയുടെ 23ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് P ഷംസുദ്ദീനെയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വിവരം വളരെ സന്തോഷപൂർവ്വം ബഹുജനങ്ങളെയും മറ്റെല്ലാവരെയും അറിയിക്കുക. പൊന്നാനി നഗരസഭയുടെ ചെയർപേഴ്സണായി പാർട്ടി തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷിക്കുന്നു, അതോടൊപ്പം തന്നെ അഭിമാനിക്കുകയും ചെയ്യുകയാണ്. പിന്നെ 10 വർഷക്കാലം പൊന്നാനി നഗരസഭയിൽ തുടർച്ചയായി വളരെയധികം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ച ഉറപ്പാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പൊന്നാനി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ചെറുവായ്ക്കര ലോക്കൽ കമ്മിറ്റി അംഗമായ CP സക്കീറിനെയാണ് പാർട്ടി പരിഗണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് CV സുധയെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടായത്. CPIM ടിക്കറ്റിൽ എഴുപത്തിരുത്തി കുറ്റിക്കാട് കുട്ടാട് വാർഡിൽ നിന്ന് 3ാം തവണയാണ് CV സുധ കൗൺസിലറാകുന്നത്. കഴിഞ്ഞ തവണ ജനറൽ വാർഡിൽ മത്സരിച്ചാണ് ഇവർ വിജയിച്ചത്. പുഴമ്പുറം 19ാം വാർഡിൽ നിന്നാണ് CP സക്കീർ വിജയിച്ചത്. നേരത്തെ DYFI നേതാവായിരുന്ന CP സക്കീർ CPMന്റെ മുതിർന്ന നേതാവായിരുന്ന CP ഏനുദ്ദീൻ കുട്ടിയുടെ മകനാണ്.